അപ്പോഴേ ഗാന്ധിജിയൻ മാർഗ്ഗമൊന്നുമല്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. കുറേ ആയിട്ട് തിരിച്ചടിച്ചു, അതവിടെ സൂക്കട് തീർന്നു. ബി ജെ പിക്ക് വേണ്ടി ആരൊക്കെ പ്രചരണത്തിന് ഇറങ്ങണമെന്ന് ബി ജെ പിക്കാരാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ കോൺഗ്രസ്സുകാരല്ല. പാർട്ടിയെക്കുറിച്ച് പരാതി പറയുന്നതിൽ ചില പരാതികൾക്ക് വസ്തുതാപരമായിട്ട് ശരിയാണ്. പത്മജ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കി. അത് ഇന്ത്യ അറിയപ്പെടുന്ന നേതാക്കളുടെ മക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അതിനെ എതിർ ദിശയിലുള്ളവർ പരിഹസിക്കും. ആ പരിഹാസം ഏറ്റുവാങ്ങാനുള്ള കരുത്ത് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരില്ല. പത്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി വിശ്വസിക്കും. പാർട്ടിയെക്കുറിച്ച് പരാതി പറയുന്നതിൽ ചില പരാതികൾക്ക് വസ്തുതാപരമായിട്ട് ശരിയാണ്. ശിവമന്ദിരം എനിക്കും കൂടിയല്ല, എനിക്ക് എൻ്റെ അച്ഛൻ എഴുതി തന്ന് പറഞ്ഞ വീടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതിൽ അവകാശമുണ്ട്. അച്ഛനത് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പോഴും കെ കരുണാകരൻ്റെ മക്കളുടെ പേരിലാണ് ആ കെട്ടിടമുള്ളത്. പക്ഷേ അതിലൊരിക്കലും തന്നെ അദ്ദേഹത്തിനെ ആജീവനാന്ത എതിർത്ത സംഘികൾ അവിടെ കയറി ഭരണം നടത്താൻ ഞാൻ അനുവദിക്കും. നിങ്ങൾ ഈ പത്മജ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ ഈ താമരയുടെ വർത്താനേ പറയണ്ട. കെ കരുണാകരൻ വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ്. അതാര് പോയാലും, കുടുംബക്കാർ മുഴുവൻ കോൺഗ്രസ്സിന് പോയാലും കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ സ്വത്താണ്. ചെത്ത പശുവിൻ്റെ ഇതിൻ്റെ പാലിൻ്റെ രുചി നോക്കേണ്ട കാര്യമില്ല. മോര് പുളിക്കുമെന്ന് പറഞ്ഞതിൽ കഥയില്ല. അതായത് ഇപ്പോഴത്തെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്ത് വന്നാലും ഞാൻ രാജിവെക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയി. നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ലേ? മറ്റുള്ള വേറെ CPM-കാർ പറയുന്ന വർത്തമാനം പറയും. ഇങ്ങനെയുണ്ട് വയസ്സമായിട്ടുള്ള ഒരു വർത്തമാനം പറയും. ഒന്ന് ഭീഷണിയിൽ നിർത്തുക, കാര്യം നേടുക. അതാണ് BJPയുടെ കേരളത്തിലെ ലക്ഷ്യം. അതായത് നേടിയല്ലോ. കുഴൽപ്പണ കേസ് ഒതുക്കി നിർത്തില്ലേ സുരേന്ദ്രൻ്റെ? ഇപ്പോൾ കേസില്ലല്ലോ. ഒരിക്കൽ ചക്ക വീണ് മൊഴി ചത്തു എന്ന് വെച്ചാൽ എപ്പോഴും ചക്കയും വീഴില്ല, വീണാൽ തന്നെ മൊഴിയാവും. അന്നേ കെ കരുണാകരന്റെ ശത്രുക്കളാണ് BJP. അവരിന്ന് പുതിയ വേഷം കെട്ടി വരണ്ട, ഈ മണ്ണ് ചെലവാകും. ഇന്ന് കരിങ്കൊടി കാണിച്ചത് തലയിൽ ചടിച്ച് കൊണ്ട് അടിക്കുകയാണ്. ആ കുട്ടികളുടെ ഭാവി എന്നത് ആലോചിച്ചേക്കണം. തലയോട് ഒന്നും ക്ഷതം പറ്റില്ല ഇങ്ങനെ അടിയടിച്ച്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാം, അപ്പോഴേ ഗാന്ധിജിയൻ മാർഗ്ഗമൊന്നുമല്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. കുറേ തിരിച്ചടിച്ചു, അതവിടെ സൂപ്പർ. ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് കാണുന്നില്ല. കാണുന്ന രണ്ടേ പേരേ ഉള്ളൂ. ഒന്ന് നരേന്ദ്രമോദി, രണ്ട് പിണറായി. CPM തകർന്ന് തരിപ്പണായാൽ പകരം വരുന്നത് BJP ആണ്. അങ്ങനെ വരവ് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ലോക്സഭാ ഇലക്ഷൻ ഏത് സമയത്തും പ്രഖ്യാപിക്കാം. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഏറ്റവും മത്സരം കാഴ്ചവെക്കുന്ന തൃശ്ശൂരിൽ നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് K മുരളീധരനാണ്. അദ്ദേഹം വടകരയിൽ നിന്ന് തൃശ്ശൂരെത്തി തൃശ്ശൂരിനെ ഇളക്കി മറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. നമസ്കാരം. വടകരയിൽ നിന്ന് വന്ന ശേഷം അങ്ങയുടെ ഇവിടുത്തെ അനുഭവം എന്താണ്? ഇവിടെ വന്നിറങ്ങി അന്ന് റെയിൽവേ സ്റ്റേഷനിലധികം സ്വീകരണമായിരുന്നു. അതിനുശേഷം DCC ഓഫീസിൽ വന്നു. DCC ഓഫീസിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും അന്തി ഇറങ്ങുന്ന മുരളി മന്ദിരത്തിൽ ചെന്നു. അവിടെ പുഷ്പാർച്ചന നടത്തി. പിന്നീട് ഇന്നിപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. ഇനി ഒരു അസംബ്ലി മാത്രമേ ബാക്കിയുള്ളൂ. കൺവെൻഷൻ അത് നാളെ പൂർത്തീകരിക്കും. മിക്കയിടത്തും മതസ്ഥാപനങ്ങളിലും സാമുദായിക നേതാക്കളെയൊക്കെ സന്ദർശിച്ചു. എല്ലായിടത്തും നല്ലൊരു വരവേൽപ്പാണ് ലഭിച്ചത്. സാധാരണ ജനങ്ങളും വളരെ താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 100% വലിയ പ്രതീക്ഷയാണ്. 2 തവണ മോദി സന്ദർശിച്ച സ്ഥലമാണ് തൃശ്ശൂർ. കൃത്യമായി സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് അങ്ങ് വന്നിട്ട് ഇപ്പോൾ ഫൈറ്റിന് ഇറങ്ങിയിരിക്കുന്നത്. ആ ഫൈറ്റിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഒന്ന്, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, അത് ഇത്തവണ കാണാനില്ല. കാരണം അന്ന് അദ്ദേഹം മത്സരിച്ചു. ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അസംബ്ലിയിൽ 1000-ൽ പരം വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ 2 പരാജയത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന അത്ര ഒരു ഇമേജ് അദ്ദേഹത്തിന് പൊതുവെന്ന് കാണാനില്ല. BJPയുടെ പ്രവർത്തനങ്ങളിലും അത്ര കാര്യമായിട്ടുള്ള ആവേശമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഇലക്ഷനിൽ 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്.
അതായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് അങ്ങ് ശിഖണ്ഡി വേഷം ധരിച്ചിരിക്കുകയാണ്, ശിഖണ്ഡിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതൊക്കെ ഓരോരുത്തരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ BJP നേരിടാൻ കഴിഞ്ഞ തവണ ഞാൻ നേമത്ത് പോയതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാനന്ന് MP ആണല്ലോ. പക്ഷേ നേമത്ത് ഈ തുടർച്ചയായി 2 തവണ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയപ്പോൾ അവരിപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. അതോടെ അവിടെ സംഘടന, ഞങ്ങളുടെ പാർട്ടി സംഘടനാ സംവിധാനം ദുർബലമായിപ്പോയി. അപ്പോൾ ആ ദുർബലതയിൽ നിന്നാണ് BJP ജയിക്കുന്നത്. ഞാനവിടെ ചെല്ലുന്നത് ഒരു ഫൈറ്റ് കാഴ്ചവെച്ച് കഴിയുന്നത്ര വോട്ട് തിരിച്ചു കൊണ്ടുവരിക. UDFൻ്റെ കാലത്ത്, ഒരു കാലത്ത് UDFൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന നേമത്ത് 13,000 വോട്ടാണ് 2016 കിട്ടുന്ന UDFന്. ഡെപ്പോസിറ്റ് പോയി. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഫൈറ്റിൽ 37,000 പരം വോട്ട് എനിക്ക് കിട്ടി. ആ കാരണം കൊണ്ട് തന്നെ BJPക്ക് പരാജയമുണ്ടായി. ഇപ്പോൾ തൃശ്ശൂർ ഒരു ശക്തമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞവർ വന്നപ്പോൾ പാർട്ടി എന്നെ നിയോഗിച്ചു. ഇവിടെ ഇത്തവണത്തെ ഫൈറ്റ് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന, UDF ആഗ്രഹിക്കുന്ന BJP 3-ാം സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. ഒരുപക്ഷെ ആ ഒരു വൈരാഗ്യം കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു തരം താണ പ്രസ്താവന ശ്രീ സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് അങ്ങയുടെ സഹോദരി പത്മജ ഇപ്പം BJP ചേർന്നിരിക്കുകയാണ്. ഇത് ഇവിടെ എത്രമാത്രം ഇല്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇല്ല. ഞാനിവിടെ വന്ന കാര്യങ്ങളൊക്കെ മൊത്തം നോക്കിയപ്പോൾ കോൺഗ്രസിനോടൊപ്പമൊക്കെ തൃശ്ശൂരുണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെയുണ്ട്. അവരൊന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തിനു പോയി, എന്താവശ്യമാണ്? ഇപ്പോൾ അവർക്ക് 2-3 തവണ സീറ്റ് കൊടുത്തു. 2004 3 തവണ കൊടുത്തു. 1.5 ലക്ഷം വോട്ടിന് തോറ്റു. തൃശ്ശൂർ 2016 കൊടുത്തു, 7,000 പരം വോട്ടിന് തോറ്റു. കഴിഞ്ഞ തവണ വീണ്ടും കൊടുത്തു, 1000 താഴെ വോട്ടിന് തോറ്റു. പാർട്ടിയിൽ സ്ഥാനം ഉണ്ടായിരുന്നു, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ട് വെച്ചു, AICC മെമ്പറാക്കി. അപ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്ത് കിട്ടാനാണ്? വേറൊരു സ്ഥാനം കൊടുക്കാനായിട്ടാണെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലില്ല, കേരളത്തിൽ UDF ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല. അത് ജനത്തിനറിയാം, പാർട്ടിക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ വളരെയധികം ഇഷ്ടപ്പെട്ട പ്രവർത്തകർ പോലും കൂടെ പോയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇന്നിപ്പോൾ തൃശ്ശൂർ നിയോജകമണ്ഡലം അസംബ്ലി കൺവെൻഷനാണ്. ഇതുവരെ കാണാത്തത്ര നല്ലൊരു പങ്കാളിത്തം ഉണ്ടായത്. സാധാരണ തൃശ്ശൂർ നഗരത്തിൽ ഒരു പാർട്ടി പരിപാടി വയ്ക്കുമ്പോൾ വലിയ റെസ്പോൺസ് കിട്ടാറില്ല. വോട്ട് കിട്ടും, പക്ഷേ ജനങ്ങളധികം കിട്ടാറില്ല. പക്ഷെ ഇന്ന് കൺവെൻഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ സാന്നിധ്യം എന്ന് കണ്ടു. അതിൽ നിന്ന് തന്നെ ആരും പോയിട്ടില്ല എന്നുള്ള കാര്യം 101% ഉറപ്പായി. അതായത് വൈകാരികമായി കോൺഗ്രസ്സുകാരുടെ വികാരമാണ് കരുണാകരൻ്റെ മുരളി ഭവൻ എന്ന് പറയുന്നത്. അതിപ്പം BJPക്കാരുടെ കൈവശമാണെന്ന് അത് തെറ്റായിട്ടുള്ള പ്രചാരണമാണ്. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് അതിൽ അവകാശമുണ്ട്. അച്ഛനത് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ആ നിലയ്ക്ക് 2 പേർക്കും അവകാശമുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഞാൻ അവിടെ പോയി താമസിക്കാത്തതിൻ്റെ കാരണം അതല്ല. അവർക്കും തുല്യ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാകരുത്. കാരണം ഇത് ഇലക്ഷനാണ്. ഇലക്ഷൻ ഒരിക്കലും വിവാദങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാനവിടെ ചെല്ലാറുണ്ട്, പുഷ്പാർച്ചന നടത്താറുണ്ട്, ഇപ്പോഴും അവിടെ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അതാരുടെയും കൈവശമൊന്നുമല്ല. അത് ഇപ്പോഴും കെ കരുണാകരൻ്റെ മക്കളുടെ പേരിലാണ് ആ കെട്ടിടമുള്ളത്. പക്ഷേ അതിലൊരിക്കലും തന്നെ അദ്ദേഹത്തിനെ ആജീവനാന്ത എതിർത്ത സംഘികൾ അവിടെ കയറി ഭരണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം പത്മജ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പല സ്ഥലത്തും പോസ്റ്റർ അടിക്കുകയും ബാനർ കെട്ടുകയൊക്കെ ഉണ്ടായി. മലപ്പുറത്തൊക്കെ അവർ ബാനർ കെട്ടുകയുണ്ടായി. അതിന് ശക്തമായിട്ടുള്ള വികാരം കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുണ്ടായല്ലോ. കെ കരുണാകരൻ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ്. അതാര് പോയാലും, കുടുംബക്കാർ മുഴുവൻ കോൺഗ്രസ്സിന് പോയാലും കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ സ്വത്താണ്. അതിൽ ആർക്കും പങ്കുപറ്റാൻ അവകാശമില്ല. അതായത് തൃശ്ശൂർ ഒരു നെഗറ്റീവ് വികാരമുണ്ടായിരുന്നു, പ്രതാപൻ്റെ ഒരു എതിർപ്പുണ്ടായിരുന്നു, അതേപോലെ സുരേഷ് ഗോപിയോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളൊരവസ്ഥയിൽ പത്മജ പോയത് ഗുണമായി വന്നിരിക്കുകയാണോ അല്ലെ ദോഷമായി വന്നിരിക്കുകയാണോ? അല്ല, പത്മജ പോയത് കൊണ്ട് അവർക്ക് മാത്രമേ ക്ഷീണം ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ്സിന് അതുകൊണ്ട് നഷ്ടം ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഞാനിപ്പം 3 ദിവസം കംപ്ലീറ്റ് ഈ മണ്ഡലത്തിൽ യാത്ര ചെയ്യും. ഞങ്ങൾ പലരെ അഭിപ്രായങ്ങൾ എടുത്തിരുന്നു. അതൊന്ന് മനസ്സിലായ കാര്യം, ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് വരികയും അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ളൊരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. കോൺഗ്രസ് പ്രവർത്തകരുടെയും UDFൻ്റെയും നല്ലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ ഞാനിവിടെ വന്നിറങ്ങിയതിന് ശേഷം
ഓരോ ദിവസം കഴിയുന്തോറും ആവേശം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. കഴിഞ്ഞ തവണ താങ്കൾ വടകരയിൽ മത്സരിക്കാൻ പോയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അവിടെ പി ജയരാജനോട് ഏറ്റുമുട്ടാൻ പറ്റിയ സ്ഥാനാർത്ഥിയില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താങ്കൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതേ സാഹചര്യം തന്നെയാണോ ഇവിടെയും ഉള്ളത്? അല്ല, ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. മറ്റേത് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഇവിടെ സംഘപരിവാർ അജണ്ടയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. രണ്ട് പോരാട്ടങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഈ പൗരസ്ത്യ ഭേദഗതി ബില്ല് ഇപ്പം അത് എത്രമാത്രം ഇവിടെ നമുക്ക് ഇല്ല, പൗരത്വ ഭേദഗതി നിയമം കേന്ദ്രം അവരുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ പാസ്സാക്കിയത്. അത് നടപ്പാവുന്ന പ്രശ്നവുമില്ല. കാരണം ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിക്കും, ഏത് നിമിഷവും പ്രഖ്യാപിക്കാം. അതുകൂടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു, ഒരു പുതിയ നിയമവും നടപ്പാവില്ല. ഇന്ത്യ സഖ്യം അധികാരത്തിൽ തിരിച്ചു വന്നാൽ ഇത് ഞങ്ങൾ പിൻവലിക്കും. കാരണം അങ്ങനെ ഒരു മതത്തിനെ മാത്രം മാറ്റി നിർത്തുന്ന രീതി ശരിയല്ല. പത്മജ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താ വെച്ചാൽ, ഞാൻ BJPക്ക് മാറി എന്ന് പറയാൻ ഒരു അവകാശം കെ മുരളീധരനില്ല. അദ്ദേഹം DICയിലേക്ക് പോയിട്ടുണ്ട്, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത്. എന്താണ്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ DICയിലും NCPയിലൊക്കെ പോയിട്ടുണ്ട്. ശരി, അത് കെ കരുണാകരനുണ്ടായിരുന്നു കൂടെ. പക്ഷേ അന്ന് പോലും ഞങ്ങൾ BJP ആയിട്ട് ഒരു സന്ധി ഉണ്ടാക്കിയിട്ടില്ല. അന്ന് UDF അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, LDF സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എടുത്തില്ല. അങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ നിന്നപ്പോൾ പോലും BJP ആയിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോഴും കോൺഗ്രസ് സംസ്കാരമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഞങ്ങൾക്ക് DICയിൽ NCPയിലുള്ളപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം, അവരുടെ ജന്മദിനമൊക്കെ ആഘോഷിച്ചിരുന്നു. അതുപോലെ ജന്മദിനമൊക്കെ ആചരിച്ചു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനവും ചരമദിനമൊക്കെ അന്ന് ആചരിച്ചിരുന്നു. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഞങ്ങൾ കോൺഗ്രസ് സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അന്നും ഇവരുമായിട്ട് ഒരു ഏർപ്പാടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിനോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കുന്ന ശക്തികളുടെ കൂടെ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ശക്തമായിട്ടുള്ള ആരോപണം. 2001 താങ്കൾ KPCC പ്രസിഡൻ്റായ സമയത്ത് കാലഘട്ടത്തിൽ വളരെ ശക്തനായ ഒരു KPCC പ്രസിഡൻ്റായിരുന്നു. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് താങ്കൾ രാജിവെക്കുകയും DIC പോവുകയും പിന്നെ തിരിച്ച് മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അതൊക്കെ ശരിയായ തീരുമാനമായിട്ട് അല്ല, ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന തെറ്റായി പോകും. ആ തെറ്റ് സംഭവിക്കുമ്പോൾ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണല്ലോ ശരി. അല്ലാതെ ഞാൻ ചെയ്യുന്ന മുഴുവൻ ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതാണ് തെറ്റ് എന്ന് പറയുന്നതല്ലല്ലോ. അന്ന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നത്. അതിനുശേഷം 2 തവണ വട്ടിയൂർക്കാവിൽ ജയിച്ചു, വടകരയിൽ ജയിച്ചു. അപ്പോൾ ആ തെറ്റ് ജനം പുറത്തു. അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് ശരി ഞാനിപ്പോഴും പറയുന്നില്ല. അതായത് 2001 താങ്കൾ KPCC പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്ത് താങ്കൾ കത്തിച്ചൊലിക്കുന്ന ഒരു ആളായിട്ട് വളർന്ന് പന്തലിച്ചിരുന്നു. താങ്കൾ പോയതിന് ശേഷം ഭയങ്കര വീഴ്ച വന്നു. പിന്നെ കുറേ കാലങ്ങളെടുത്തു താങ്കൾ റിക്കവർ ചെയ്യാൻ. താങ്കൾ അതേപടി നിന്നിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തീരുമായിരുന്നു എന്ന് താങ്കൾ? അല്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പണ്ട് പറയുമല്ലോ, മറ്റേ ചത്ത പശുവിൻ്റെ ഇതിൻ്റെ പാലിൻ്റെ രുചി നോക്കേണ്ട കാര്യമില്ല, മോര് പുളിക്കുമെന്ന് പറഞ്ഞതിൽ കഥയില്ല. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. MV ഗോവിന്ദ മാഷ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ BJPയും ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള യുദ്ധമാണ്. അവിടെയാണ് ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഉദാഹരണം. കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മോഡിയോട് ഒരു സോഫ്റ്റായിട്ടുള്ള സമീപനമാണ് പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് BJPക്ക് ഒരിടം ഉണ്ടാക്കി കൊടുക്കുക. BJPക്കാർ തന്നെ ഞെട്ടിപ്പോയി ഇത് കേട്ടിട്ട്. ഇത് മത്സരം BJP, കാരണം അവരെ സ്ഥാനാർത്ഥികളാരാ, മികച്ചവരാരാ? ആകെ 4 പേരല്ലേ അറിയപ്പെടുന്നവരുള്ളൂ. സുരേഷ് ഗോപിയുണ്ട്, V മുരളീധരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, MT രമേശുണ്ട്. ഇങ്ങനെ 4 പേരെ മാറ്റി നിർത്തിയാൽ ആരാ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ BJPയുടെ? അവർക്കൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ പറ്റുമോ? ഒരു കെട്ടിവെച്ച പണം വാങ്ങാൻ പറ്റുമോ? അങ്ങനെയുള്ളവരൊക്കെ മഹത്വവൽക്കരിക്കുമ്പോൾ ഇല്ലാത്ത ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. ആർക്ക് വേണ്ടി? മുഖ്യമന്ത്രിയുടെ കുടുംബം ചെയ്ത അഴിമതി
അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ. അത് ഞങ്ങൾ തുറന്നു കാണിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതേപോലെ അവരുടെ കുടുംബം നിരന്തരമായിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ പുറത്തു വരുന്നു. 2005 ഞാനാണ് ആദ്യമായിട്ട് ലാവലിംഗ് കേസ് പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ ഓഫീസ് കത്തിക്കുകയും റിയാസ് ഗുണ്ടകളെ ആക്രമിക്കുകയും ചെയ്തത്. അതിന് ശേഷം ഇപ്പം അന്ന് ഒറ്റയ്ക്കായിരുന്നു ഞാനെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിനെ തുറന്നു കാണിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം രാജിവെക്കുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം മോഡിയുമായിട്ടുണ്ടാക്കിയ ധാരണയാണ്. ഇപ്പോൾ തന്നെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ED കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഛത്തീസ്ഗഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു, പ്രൈവറ്റ് സെക്രട്ടറിനെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ അശോക് ഗെഹ്ലോട്ടിൻ്റെ മകനെ ചോദ്യം ചെയ്യുന്നു ഇലക്ഷൻ ടൈമിൽ. ഇതെല്ലാം ചെയ്ത ED ഇപ്പോഴും പക്ഷേ ഈ പിണറായിൻ്റെ മകളുടെ കമ്പനിയെക്കുറിച്ച് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. SFIയുടെ പ്രവർത്തനം എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ ഞാൻ ചില BJPക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഒരു ആവേശമില്ലാത്ത? ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരോടൊക്കെ വലിയ ആവേശമാണല്ലോ കയറാൻ. അപ്പോൾ അവർ ചില ആൾക്കാർ തുറന്നു പറഞ്ഞു, ഞാൻ പേര് പറഞ്ഞത് ശരിയല്ല, അവർ പറഞ്ഞത് രാജസ്ഥാനിൽ ED കയറിയാൽ അതിൻ്റെ മെച്ചം ഞങ്ങൾക്കാണ്, ഛത്തീസ്ഗഡിൽ ED കയറിയാൽ അതിൻ്റെ മെച്ചം ഞങ്ങൾക്കാണ്, കേരളത്തിൽ ED കയറിയാൽ അതിൻ്റെ മെച്ചം നിങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ പോകും. എന്നാൽ ഒന്ന് ഭീഷണിയിൽ നിർത്തുക, കാര്യം നേടുക. അതാണ് BJPയുടെ കേരളത്തിലെ ലക്ഷ്യം. അതവർ നേടിയല്ലോ. കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്തില്ലേ സുരേന്ദ്രൻ്റെ? ഇപ്പോൾ കേസില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ആനുകൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, എന്നാൽ ഇവർക്ക് വരാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുക. ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകം വെച്ചിട്ട് അങ്ങയുടെ പിതാവ് 2 തവണ രാജിവെക്കുകയുണ്ടായി. ചെറിയൊരു ആരോപണത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു പരാമർശത്തിൻ്റെ അതേപോലെ അതുപോലുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം രാജിവെച്ചത്. അതാണ് പറഞ്ഞത്. K. കരുണാകരൻ രാജിവെക്കുമ്പോൾ ഇന്ന് ചോദിക്കുകയാണ് ജനം, എന്തിന് അദ്ദേഹം രാജിവെച്ചു? ഇതിൻ്റെ ഒന്നും 3-1 അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആദ്യം രാജിവെച്ചെന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ പറഞ്ഞു, രാജൻ എന്നൊരു വിദ്യാർത്ഥി കസ്റ്റഡിയിലില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുന്നത്? ഉദ്യോഗസ്ഥന്മാരിൽ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയല്ല, സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടു, ഉണ്ടെങ്കിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക. ആ ഒരൊറ്റ പരാമർശത്തിനാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അല്ലാതെ കരുണാകരനെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇത്ര ഒറ്റ വാചകമുള്ളൂ. സാഹചര്യ തെളിവുകൾ, അങ്ങനെ കസ്റ്റഡി എടുത്തതിൻ്റെ സാഹചര്യ തെളിവുകളുണ്ട്, ആളെ ഹാജരാക്കുക. ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല, കോടതിയെ ബോധ്യപ്പെടുന്നു. പറഞ്ഞാൽ പിറ്റേന്ന് K. കരുണാകരൻ രാജിവെച്ചു. ആ മാതൃക കാണിച്ച കേരളത്തിൽ ഇവിടെ നിരന്തരം സ്വർണ്ണക്കള്ളക്കടത്ത് വന്നുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്ത് വന്നാലും ഞാൻ രാജിവെക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോ എന്നുള്ള ധാർഷ്ട്യമാണ്. അതുമാത്രമാണോ? അന്ന് CPM നടത്തിയ വലിയ തോതിലുള്ള സമരങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കാലത്ത് UDF അത്തരം സമരങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയോ അത് ശക്തമായ രൂപത്തിൽ തുടരുകയോ അതല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഒരു സബ്ജക്റ്റിൽ തുടങ്ങുമ്പോഴേക്കും വേറെ സബ്ജക്റ്റ് വരും. കാരണം അഴിമതിയിലെ ശൃംഖലയാണിപ്പോൾ. അപ്പോൾ ഒരു കാര്യത്തിൽ സ്ട്രെസ് ചെയ്യുമ്പോഴേക്കും അടുത്ത പോയിൻ്റ് വരുമ്പോൾ അതിലേക്ക് പോകും ശ്രദ്ധ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് പോവുകയാണ്. പക്ഷേ അതിനെല്ലാം ഉള്ള തിരിച്ചടി പാർലമെൻറ്റ് ഇലക്ഷനിലുണ്ടാവും. അതായത് നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിച്ചാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അവർ വിജയിക്കുന്നതാണ് കാണുന്നത്. അതല്ല, അത് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയാൽ ജയിക്കാൻ കഴിയും. 2019 ഉണ്ടായത് കോവിഡിൻ്റെ വരവാണ്. അതുകൊണ്ടാണ് ആ ട്രെൻഡ് നഷ്ടപ്പെട്ടു പോയത്. കോവിഡ് വന്നപ്പോൾ സാഹചര്യം മാറി, മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായി. അങ്ങനെ വരുമ്പോൾ അവർക്ക് കിറ്റിൻ്റെ രൂപത്തിലും മറ്റ് സഹായങ്ങളൊക്കെ സർക്കാരിൻ്റെ വകയായിട്ടുണ്ടായി. എല്ലാവരോടും 1 മാസം ശമ്പളം കൊടുക്കാൻ പറഞ്ഞു. ഞാനുൾപ്പെടെ ഫുള്ളായിട്ടുള്ള എമൗണ്ട് കൊടുത്തു. അതിൽ നിന്ന് കിറ്റ് വാങ്ങിക്കൊടുത്തു ജനത്തിന്. സർക്കാരിന് നഷ്ടമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ആകെ ഭയന്നിരിക്കുകയാണ്. അപ്പോഴിങ്ങനെ സഹായം എത്തുന്നു, പെൻഷൻ കൊണ്ടുവരുന്നു. അതൊക്കെ വന്നപ്പോൾ ട്രെൻഡ് മാറി. ആ ട്രെൻഡാണ് UDFനെ തോൽപ്പിച്ചത്. ഇനി അങ്ങനത്തെ ഒരു കോവിഡ് ഉണ്ടാവില്ല. ഒരിക്കൽ ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് വെച്ചാൽ എപ്പോഴും ചക്കയും വീഴില്ല, വീണാൽ തന്നെ മൊയിൽ ചാവില്ല.
അതായത് അതിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പല ഇലക്ഷനിലും UDF ആണ് വിജയിച്ചു വന്നത്. 2 ബൈ ഇലക്ഷനിൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയ്ക്ക് വിജയിച്ചു. ഈ അവസാന ഘട്ടത്തിൽ വന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ 6 സീറ്റുകൾ LDF അട്ടിമറി വിജയം നേടുന്നതാണ് കണ്ടത്. അതിൻ്റെ അർത്ഥം ആ ട്രെൻഡ് മാറിയിട്ടില്ല എന്നല്ലേ? അല്ല, അത് ഞങ്ങൾ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നത്, അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷേ ഞാൻ ആ 6 സീറ്റ് UDF നഷ്ടപ്പെട്ട സീറ്റുകൾ പരിശോധിച്ചപ്പോൾ പഴയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ച സീറ്റുകളാണ് പോയത്. അന്ന് ജയിച്ച സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവും കൂടെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ആ സാഹചര്യം മാറി. സാഹചര്യം മാറിയപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ടായി. പക്ഷെ എങ്കിലും അത് തോൽവി തന്നെയാണ്. ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഇത്തവണ ലോക്സഭയിൽ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് അങ്ങയുടെ പിതാവ് ഇന്ന് കേരളത്തിൻ്റെ എല്ലാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വെച്ചിട്ട് കേരളമില്ല, എന്നിട്ട് ഇതുവരെ ഒരു സ്മാരകം പണിയാൻ പോലും അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയായിരുന്നു. അതിൽ ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല, 2 കൊല്ലം കൊണ്ട് ഇതിൻ്റെ വർക്ക് തീർക്കാം എന്ന് ഞാൻ പ്രസ്താവന ഇറക്കിയതിൻ്റെ കാരണം അതാണ്. ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാർട്ടി പറഞ്ഞു വേണ്ട, ഞങ്ങൾ നോക്കാം. പക്ഷേ കുറേ ഡിലേ ആയി, ഞാനില്ല എന്ന് പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ അത് പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് 1 കോടിയോളം രൂപ പാർട്ടി സമാഹരിച്ച് കഴിഞ്ഞു. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ ബാക്കി വർക്ക് പൂർത്തീകരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം, അതിൻ്റെ പേരിൽ BJP പോയാൽ ഇതിൻ്റെ വർക്ക് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ലീഡറുടെ പേരിൽ സ്മാരകം ഉണ്ടാവണം. അതിൻ്റെ വർക്ക് തുടങ്ങുമ്പോഴാണ് ഇലക്ഷൻ്റെ കടന്നു വരവ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വർക്കുകൾ പൂർത്തീകരിക്കും. ഈ ഇലക്ഷനിൽ ഇവിടുത്തെ ട്രെൻഡ് നോക്കിയിട്ട് കഴിഞ്ഞ വർഷം 1 ലക്ഷത്തോളം വോട്ടിന് ജയിച്ച സ്ഥലമാണ് തൃശ്ശൂർ. ഇത്തവണ അങ്ങ് എത്ര വോട്ടിന് ചെയ്യും? അതെ, കഴിഞ്ഞ തവണ ഏതാണ്ട് 93,000 വോട്ടാണ് ജയിച്ചത്. അതിപ്പോൾ ഏതാണ്ട് 1 ലക്ഷം ആക്കുക. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും കുറച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കേരളത്തിൽ ഇന്നത്തെ 20 ഈ ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കും? 20 ജയിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഏറ്റവും പുതിയ ഒരു ലേറ്റസ്റ്റ് ഒരു റിപ്പോർട്ട് വന്നത് 3 സീറ്റുകളിൽ BJP വിജയിക്കാൻ സാധ്യത. അത് ഒരു കാരണവശാലും സംഭവിക്കില്ല. കാരണം ഇവർ പറയുന്ന സീറ്റിലൊന്നും നിലം തൊടില്ല. ഇപ്പോൾ തൃശ്ശൂരാണല്ലോ അവരുടെ സീറ്റ്, നിലം തൊടില്ല. പത്തനംതിട്ട 3-ാം സ്ഥാനത്ത് പോകും. തിരുവനന്തപുരം 3-ാം സ്ഥാനത്താണോ 2-ാം സ്ഥാനത്താണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും വളരെ ദയനീയമാണ് തിരുവനന്തപുരത്തെ സ്ഥിതി. താങ്കൾ ഇവിടുത്തെ സീറ്റിനെ പറ്റി പറഞ്ഞ് 3-ാം സ്ഥാനത്ത് തള്ളണമെന്നാണ് താങ്കൾ. തീർച്ചയായിട്ടും അത് നടക്കുമോ? അത് നടക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അതിന് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം അതനുസരിച്ച് നീങ്ങണം. അവർ വോട്ട് മറയ്ക്കാൻ നിന്നാൽ അവർക്കാണ് ക്ഷീണം. UDF തോൽക്കാൻ പോണില്ല. അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായിട്ടുള്ള ഇത്തരം കേസുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഇവിടെ BJP-യുമായിട്ടുള്ള ധാരണ 6 സീറ്റുകളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒന്ന് തൃശ്ശൂരാണ്. അതിൽ കുറച്ച് സംശയം ഞങ്ങൾക്കുണ്ട്. ഒറ്റയടിക്കാനോ തള്ളുന്നില്ല. പക്ഷേ 977 RSSും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്നിട്ട് പോലും അതിനെ തോൽപ്പിച്ചു. ആ രീതിയിൽ തന്നെ ഇത്തവണ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞങ്ങൾ തോൽപ്പിക്കും. ഈ നവകേരള യാത്ര നടന്നു, അതേപോലെ നമ്മുടെ സമരാഗ്നി ജാഥ, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സമരാഗ്നിയിലേക്ക് വന്ന പ്രവർത്തകർ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നവരാണ്, ഫൈറ്റിംഗ് മൂഡിൽ വന്നവരാണ്. മറ്റേ നവകേരള സദസ്സിൽ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. എല്ലായിടത്തും ഇത്ര ആളുകളെ കൊണ്ടുവരണം, കുടുംബശ്രീക്കാരെ ഇത്ര കൊണ്ടുവരണം, തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജോലിയില്ല, ഭീഷണിപ്പെടുത്തി പോലീസ് സംവിധാനം ഉപയോഗിച്ച് വില്ലേജ് ഓഫീസർ മുതൽ ചീഫ് സെക്രട്ടറി വരെ ഒരു ചെയ്യാനായി നിന്ന് അങ്ങനെയാണ് ആളെ കൊണ്ടുവന്നത്. ഇതൊന്നുമല്ല, ഒരു ആഹ്വാനത്തിൻ്റെ പേര്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് 10-ാം തീയതി രാത്രിയാണ് ഞാൻ മടങ്ങുന്ന ഡൽഹിയിൽ നിന്ന്, കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി. പക്ഷേ അല്ല, മാർച്ച് 10-ാം തീയതി അല്ല, ഫെബ്രുവരി 10-ാം തീയതി ഞാൻ മടങ്ങുന്നു. 11-ാം തീയതിയാണ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ജാഥ വരുന്നത്, സമരാഗ്നി വടകര. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ വന്നിറങ്ങുമ്പോൾ എനിക്ക് ലഭിച്ച സ്വീകരണത്തിൻ്റെ ഒരു പതിപ്പ് അതിൽ വ്യത്യാസമുണ്ട്. കാരണം മുന്നണിയിലെ ഏറ്റവും 2ാമത്തെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വന്നിട്ടില്ല, ലീഡേഴ്സ് സ്റ്റേജിലുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് പരിപാടിയാണല്ലോ. പക്ഷേ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേതാക്കന്മാർ വന്നു, പ്രവർത്തകർ സ്വാഭാവികമായിട്ടും വരേണ്ട കാര്യമില്ല.
അപ്പോൾ അത്രയും നല്ല ആൾക്കൂട്ടം ഉണ്ടായി. അത് തന്നെയാണ് എല്ലായിടത്തും സ്ഥിതി. ഇത്രയും സംഘർഷ ഭൂമിയായിട്ട് പോലും വയനാട്ടിലും ഒരുമാതിരിയൊക്കെ ആളുണ്ടായിരുന്നു. കാരണം ആ ദിവസമാണ് ഒരാളെ കൊന്നത്, കടുവ കൊന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ സമരാഗ്നി വിജയിച്ചു. അത് ആരുടെയും സഹായമില്ലാതെ പാർട്ടി പ്രവർത്തകരുടെ മാത്രം പിന്തുണയുണ്ട്. അതുകൊണ്ട് സമരാഗ്നിയും നവകേരള സദസ്സുമായിട്ട് താരതമ്യമില്ല. താങ്കൾ വലിയൊരു ഉപമ തന്നെ പറയണ്ടേ, ആനയെ വെച്ചിട്ടൊരു ഉപമ പറയണ്ടേ, കൊമ്പനാനയാണെന്ന്. ആ അല്ല, ഞാൻ പറയുന്നത് അത് ഭയങ്കര വൈറലായി പോയ ഏതായാലും സമരാഗ്നിയുടെ വിജയം UDFന് ഒരു കരുത്ത് പകർന്നിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ സാധാരണ പ്രവർത്തനങ്ങളൊന്നും നടക്കാറില്ല. ഈ സമരാഗ്നി കൊണ്ട് അത്ര നേട്ടങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ സമരാഗ്നി ബൂത്ത് തലങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ ഇലക്ഷന് ശേഷം കൂടുതൽ ചലനാത്മകമാക്കണം. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി, അതിന് വേറെ ട്രെൻഡാണ്. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഈ ട്രെൻഡിൽ ജയിക്കാൻ കഴിയും. പക്ഷേ അതുകൊണ്ട് ഫ്യൂച്ചർ ഇലക്ഷനിൽ ജയിക്കണം എന്നില്ല. അതുകൊണ്ട് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെ ശക്തിപ്പെടുത്തണം. ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത അജണ്ട അതായിരിക്കും. ഈ മറ്റേ ഈ നവകേരള യാത്രയിൽ യൂത്ത് കോൺഗ്രസ് അടിക്ക് അടിച്ചപ്പോൾ താങ്കൾ ഒരു വലിയ പ്രസ്താവന ഇറക്കിയത്, ഇങ്ങോട്ട് അടിക്കുന്നത് ഇനി നോക്കി തീർച്ചയായിട്ടും അടിച്ചിരിക്കും എന്നുള്ളത്. അത് താങ്കളെപ്പോലുള്ള ഒരു ഗാന്ധിയനായ അല്ല കോൺഗ്രസ്സുകാരനായ, അതായത് ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. ഗാന്ധിയൻ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് പ്രസക്തിയില്ല. മറ്റൊന്നുമല്ല, പ്രവർത്തകരെ നാട്ടു റോട്ടിലിട്ട് തല്ലുക. എന്താ അവർ ചെയ്ത കുറ്റം? എന്താ കരിങ്കൊടി കാണിച്ചു? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടവർ? ഇപ്പോൾ അവരുടെ കൂടെയുള്ള തോമസ് മാസ്റ്ററുടെ മേലെ കരിവേല ഒഴിച്ചിട്ടില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. ഇന്ന് കരിങ്കൊടി കാണിച്ചതിൻ്റെ തലയിൽ ചടിച്ചട്ടികൊണ്ട് അടിക്കുകയാണ്. ആ കുട്ടികളുടെ ഭാവി എന്നത് ആലോചിച്ചേക്കാം. തലയോട് ക്ഷതം പറ്റില്ല ഇങ്ങനെ അടിയടിച്ച്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാം, അപ്പോഴേ ഗാന്ധിയൻ മാർഗ്ഗമൊന്നുമല്ല. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു, കുറേ അടുത്ത് തിരിച്ചടിച്ചു, അതോടെ സൂക്കട് തീർന്നു. ഞാനിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഗാന്ധിയൻ ആദർശങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ കണ്ടില്ല ഗൺമാൻ കയറി തല്ലുന്നത്. ഗൺമാൻ്റെ ജോലിയാണോ അത്? അത് ഡ്യൂട്ടിയിലല്ല. ഡ്യൂട്ടിയാണെങ്കിൽ ബസ്സിൻ്റെ അകത്തിരിക്കണ്ടേ. ബസ്സിൻ്റെ പുറത്ത് വേറൊരു കാറിൽ അനുധാവനം ചെയ്യുന്ന ആളാണ് കയറി തല്ലാൻ പോകുന്നത്. അത് തല്ലിയപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാനിപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾ മുമ്പ് കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പേരിലാണ് അപഹസിച്ചിരുന്നത്. ആ കിങ്ങിണിക്കുട്ടൻ എന്നുള്ള ലെവലിൽ നിന്ന് താങ്കൾ ഇപ്പോൾ വേറെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്ന, ആവേശം കൊടുക്കുന്ന ഒരാൾ. ഇതെങ്ങനെയാണ് അങ്ങേക്ക്? അല്ല, ഞാൻ പറയുന്നത് നമ്മളൊക്കെ എത്ര രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചാലും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ആദ്യം വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പണ്ട് കാലത്ത് പറ്റിയ പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനം അത് അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ അന്ന് ചെയ്ത മുഴുവൻ ശരിയാന്ന് പറഞ്ഞിരുന്നാലോ കൂടുതൽ വഷളായിപ്പോവും. അതുകൊണ്ടാണ് പറ്റിയ പാളിച്ചകൾ പരിശോധിച്ച് അതിൽ മാറ്റം വരുത്തേണ്ടതിന് മാറ്റം വരുത്തി. അന്ന് കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ ഒന്ന് പറഞ്ഞു, ഇന്ന് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനൊക്കെ ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. ഒരു തമാശ രൂപത്തിൽ ഇപ്പം അത് ആ രീതിയിൽ കണ്ടാൽ മതിയല്ലോ. ഈ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഹരിയാനയിൽ കണ്ടില്ലേ തമ്മിലടി. ഇതൊന്നും വോട്ടായി ഇനി അവർക്ക് മാറ്റാൻ കഴിയില്ല. അതിനാണ് അവസാനത്തായതും പൗരത്വ ബില്ലെടുത്തിട്ടുള്ളത്. ആദ്യം മുത്തലാഖ് പറഞ്ഞു, ചിലവായില്ല. പിന്നെ അയോധ്യ പറഞ്ഞു, വലിയൊരു കോളുകളൊക്കെ ഉണ്ടാക്കി സഭയിൽ ചർച്ച നടത്തി. പക്ഷെ അതുകൊണ്ടും കാര്യങ്ങൾ ഏൽക്കുന്നില്ല. 400 സീറ്റിൻ്റെ കണക്ക് പറഞ്ഞു. 400 സീറ്റിൻ്റെ കണക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്തിനാ ഇന്ന് MLA-മാരെയും MP-മാരെയും കാര്യം മാറ്റുന്നതിനാ? അടിയറച്ച RSSകാരൻ്റെ സ്റ്റേറ്റല്ലേ കയ്യിൽ നിന്ന് പോയത് ഹരിയാന. മുഖ്യമന്ത്രിനെ മാറ്റി എന്നുള്ളത് ശരിയാണ്. എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. ഈ വിധത്തിൽ ഇന്ത്യയിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ CPM തീരെ ഇല്ലാതെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ആ രീതിയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM ഞങ്ങൾ ആ പാർട്ടി തകരണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. കാരണം ജനാധിപത്യ കക്ഷികൾ തമ്മിലുള്ള മത്സരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫാസിസം പാടില്ല എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ബംഗാളിൽ തകർന്നു, എന്തുകൊണ്ട് ത്രിപുരയിൽ തകർന്നു, ഒരവലോകനം നടത്താൻ ഇപ്പോഴും CPM തയ്യാറായിട്ടില്ല. അതിൻ്റെ ഏറ്റവും ദോഷഫലം അവരനുഭവിക്കാൻ പോവുകയാണ്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല,
അവിടെ ആരാ വരിക പകരം? CPM തകർന്ന് തരിപ്പണമായാൽ പകരം വരുന്നത് BJP ആണ്. അങ്ങനെ ഒരു വരവ് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ തെറ്റ് തിരുത്തണം, പക്ഷേ തിരുത്തുന്ന ഒരു ലക്ഷണവും കാണാനില്ല. അതായത് താങ്കൾ ഭയപ്പെടുന്നു എന്ന് പറയുന്ന പലപ്പോഴും പ്രസംഗത്തിലൊക്കെ തന്നെ ഞാൻ അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തന്നെ വന്നിരുന്നു. BJP അധികാരത്തിൽ വരുന്നു, നാളേക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ താങ്കൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രസിഡൻഷ്യൽ രീതി കൊണ്ടുവരും, ഏക സിവിൽ കോഡ് നടപ്പാക്കും. ഇത് രണ്ടും ഇന്ത്യയുടെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ടാണ് ഭരണം മാറണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. അത് അപകടമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു അപകടത്തിലേക്ക് രാജ്യം ചെല്ലും. അങ്ങ് K. കരുണാകരൻ്റെ മകനാണ്, അതേപോലെ അങ്ങ് പത്മജ മകളാണ്. ഒരേ കുടുംബത്തിൽ വന്ന രണ്ടുപേര് ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് ശരിയാണ്? തമ്മിൽ തല്ലിയത് കുടുംബവഴക്കല്ലല്ലോ, സ്വത്തിൻ്റെ പേരിലുള്ള തർക്കമൊന്നുമില്ല. ഇന്ന സ്വത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കമല്ല. പാർട്ടിയിൽ വ്യത്യസ്ത സ്റ്റാൻഡ് എടുത്തു, ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പിന്നൊന്ന് കുത്തി, അതിൻ്റെ പേരിലുണ്ടായ സംഭവമാണ്. അല്ലാതെ കുടുംബത്തിൽ സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമോ മൂപ്പിള തർക്കമോ അല്ല. ഈ ഒരു കാരണം കൊണ്ടാണ്. താങ്കൾ K. കരുണാകരൻ്റെ അതേ ആവേശവും ഊർജ്ജസ്വലതയും നൽകിയ അണികളെ വർക്ക് ചെയ്യിച്ച് ഇലക്ഷനിലൊക്കെ വിജയിക്കുന്നു. പക്ഷേ പത്മജ എല്ലാ ഇലക്ഷനും തോറ്റിരിക്കുന്നു. അതിൻ്റെ കാരണം വ്യത്യാസം അതായത് താഴെ തട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയാം, 2016 ഞാൻ വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ പല അടിയൊഴുക്കുകളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു കൊച്ചു നിയോജക മണ്ഡലമാണ്. സെൻറ്റർ. ഞാൻ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇലക്ഷൻ വർക്ക് നടന്നിട്ടില്ല. ആകെ 2 മണിക്കൂർ ആകെ ഉറങ്ങിയിരുന്ന ഒരു ദിവസം. കാലത്ത് വീട്ടിലിറങ്ങി ഡോർ ടു ഡോർ ക്യാമ്പയിൻ, സ്ഥാനാർത്ഥി എല്ലായിടത്തും എത്തുകയാണ്. അപ്പോൾ പിന്നെ സ്ലിപ്പ് കിട്ടിയില്ല, അഭ്യർത്ഥന കിട്ടിയില്ല എന്നുള്ള പരാതിയില്ല, സ്ഥാനാർത്ഥി നേരിട്ട് ചെല്ലുന്നു, വോട്ട് ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ 7600 വോട്ടിനന്ന് ജയിക്കുന്നത്. പക്ഷേ പത്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി അങ്ങ് വിശ്വസിക്കും. പലപ്പോഴും തെറ്റായിട്ടുള്ള മെസ്സേജ് ആയിരിക്കും അവർ കൊടുക്കുക. അത് മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഈ 3 പരാജയം അവർക്കുണ്ടായത്. അത് കേരളത്തിലെ ഏറ്റവും ശക്തമായ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രം മുകുന്ദപുരം, ആ സീറ്റാണ് അവർക്ക് കൊടുത്തത്. എന്നിട്ട് 1.5 ലക്ഷം വോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അന്ന് മത്സരിക്കാൻ തന്നെ മത്സരിക്കരുതായിരുന്നു. കാരണം KTDCയുടെ ചെയർപേഴ്സണായിരുന്നു ഞാൻ, KPC പ്രസിഡൻ്റാണ്, അച്ഛൻ അന്ന് MP ആണ്. അങ്ങനൊരു സന്ദർഭത്തിൽ അന്ന് മത്സരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ തെറ്റായിട്ടുള്ള തീരുമാനമാണ്. അതിൻ്റെ റിയാക്ഷൻ ഒരുപാടുണ്ടായല്ലോ. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ എനിക്ക് പരാജയം ഉണ്ടായി, നേരോ മാർജിനാണെങ്കിലും രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു, VM സുധീരൻ പരാജയപ്പെട്ടു. അതൊക്കെ ആ തീരുമാനത്തിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ പഠിക്കാതെ തിരഞ്ഞെടുപ്പിന് തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തയ്യാറായത്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചടി ആരംഭിച്ചു. അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചില്ല. ഞാനൊക്കെ പാളിച്ച പറ്റിയെന്ന് അറിഞ്ഞാൽ ഞാൻ സ്വയം തിരുത്തും. അങ്ങനെ തിരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. കേരളത്തിലെ 2 സമുന്നതരായ നേതാക്കന്മാരെന്ന് കാലങ്ങളായിട്ടുള്ളതാണ് K. കരുണാകരനും A.K. ആൻ്റണി, 2 ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ. അവരുടെ 2 മക്കളും ഇങ്ങനെയായിത്തീരുന്നത് അത് പാർട്ടിക്ക് വലിയ ദോഷമല്ല. പക്ഷേ എന്നാലും അതൊക്കെ പാർട്ടിക്കാരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ദോഷവും ഉണ്ടാവില്ല. അനിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല. പത്മജ സ്ഥാനാർത്ഥിയായിരുന്നു, ജയിച്ചില്ല. പക്ഷേ അങ്ങനെയുള്ള ഇന്ത്യ അറിയപ്പെടുന്ന നേതാക്കളുടെ മക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അതിനെ എതിർ ദിശയിലുള്ളവർ പരിഹസിക്കും. ആ പരിഹാസം ഏറ്റുവാങ്ങാനുള്ള കരുത്ത് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കില്ല. എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് അന്ന് വന്നു. ഇവർ പോയതിൻ്റെ പിറ്റേ ദിവസം കടന്നിട്ട് ഉറക്കം വന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കടന്നു. അപ്പോൾ അതൊക്കെ ഒരു കോൺഗ്രസ് വികാരമല്ലേ പാവങ്ങൾക്ക്. അവരൊരു പഞ്ചായത്ത് മെമ്പറുകളാവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വേദനിപ്പിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ? അതിൽ നിന്നൊക്കെ എന്തുണ്ടായി ഈ നാട്ടിൽ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ പ്രവർത്തകരെ വേദനിപ്പിക്കും. അങ്ങ് അണികൾക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങ് എവിടെ ചെന്നാലും K. മുരളീധരൻ എത്തിപ്പെട്ടാൽ അവിടെ ജനക്കൂട്ടമാണ്. എന്തുകൊണ്ടാണ് പത്മജിയെ അങ്ങക്ക് തിരുത്താൻ പറ്റാത്തത്? അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. നമുക്കറിയാം, ഒരു പരിധി കഴിയുമ്പോൾ
മക്കൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് മക്കളുടെ വഴിയാണ്. സ്വാഭാവികമായിട്ടും സഹോദരിയുടെ സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിച്ചില്ല. അതിൻ്റെ ദോഷമാണ്. അങ്ങനെയുള്ളവരെ തിരുത്താൻ അല്ല, ഞാനീ പോകുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. പാർട്ടിയെക്കുറിച്ച് പരാതി പറയുന്നതിൽ ചില പരാതികൾക്ക് വസ്തുതാപരമായിട്ടുള്ള ശരിയാണ്. പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അത് ഇന്ന വ്യക്തികൾ തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ അങ്ങനെ വരികയാണെങ്കിൽ അവർക്കല്ലേ സീറ്റ് കൊടുക്കണ്ടേ? ഒരാൾ വിചാരിച്ച് ഇലക്ഷൻ തോൽക്കും. അതും 1.5 ലക്ഷം 2 ലക്ഷം വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ തോൽപ്പിക്കാന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കല്ലേ എന്നാ സീറ്റ് കൊടുക്കേണ്ടത്? ഷാഫി പറമ്പിലാണ് ഇപ്പോൾ താങ്കൾക്ക് പകരം വന്നത്. അവിടെ എന്തായി? അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കും. നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിൽ വന്ന അന്ന് മുതൽ ഞാൻ തൃശ്ശൂർ വന്ന പോലെ തന്നെ ആവേശം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ല ഭൂരിപക്ഷത്തിന്, ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി പത്മജിയെ കൂടെ കൂട്ടണ്ട, ഇലക്ഷന് പ്രചരണത്തിന് കൂട്ടണ്ട എന്നുള്ള അവരെ പത്മജ അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിൻ്റെ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. അതിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. BJPക്ക് വേണ്ടി ആരൊക്കെ പ്രചരണത്തിന് ഇറങ്ങണമെന്ന് BJPക്കാരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ കോൺഗ്രസ്സുകാരല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് അവരുടെ ആഭ്യന്തര കാര്യം. നമ്മളിനി അതിനെക്കുറിച്ച് എന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ മണ്ഡലത്തിൽ നിന്ന് 100% അങ്ങ് വിജയിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. കെ മുരളീധരൻ, കേരളത്തിൻ്റെ എല്ലാമായ കെ മുരളീധരനോടൊപ്പമാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം ചെലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് ഇൻ്റർവ്യൂ തന്നതിന് പ്രത്യേകം നന്ദി നൽകുന്നു. നന്ദി, നമസ്കാരം.